എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വൈറ്റ് ബീഡിന്റെ 3 കപ്പല് അങ്ങനെ കടലിനടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തി വരും. അവന്റെ 14 കമാൻഡേഴ്സ് അവരാണെങ്കിൽ വമ്പം പോസൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കാണ്. ഇവിടെ അഡ്മിറൽസിനാണെങ്കിൽ പേടിയൊക്കെ ആവും, പക്ഷെ അവർ പുറത്ത് കാണിക്കാതെ അങ്ങനെ മനസ്സിൽ തന്നെ വെച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും സ്റ്റെപ്പിലൂടെ ക്ലച്ച് സ്പ്ലിച്ച് എന്നൊക്കെ സൗണ്ടുമായിട്ട് നമ്മുടെ വൈറ്റ് ബിയേർഡ് ആളങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്നത് അവർ ശ്രദ്ധിക്കുക. വൈറ്റ് ബിയേർഡ് സ്റ്റൈലായിട്ട് ഇപ്പൊ സെൻഗോക്കുവിന്റെ മുൻപിൽ വന്ന് നിൽക്കും. എന്റെ മകൻ അവൻ എവിടെയും ചോദിക്കും. സെൻഗോക്കുവിന് ഒരു സെക്കൻഡ് അവന്റെ ഉത്തരം മുട്ടിപ്പോവും. അവനങ്ങനെ നാവിന്റെ പിരിയൊക്കെ വെട്ടി വൈറ്റ് ബിയേർഡിനെ തന്നെ നോക്കി നിൽക്കും. സെൻഗോക്കു പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. വൈറ്റ് ബിയേർഡ് അവന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സോ ഇനി നടക്കാൻ പോകുന്നത് വലിയൊരു ചരിത്ര യുദ്ധം തന്നെ ആയിരിക്കുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. എല്ലാ കപ്പലിനും അവസാനം നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് പതിയെ പതിയെ ആ ഗേറ്റ് ക്രോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഇവാന് അവന് ഭയങ്കര ഒരു സംശയം. ഇവാൻ ചോദിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെപ്പോലെ തന്നെ നിന്റെ പപ്പ മങ്കേട്ടി ഡ്രാഗൺ അദ്ദേഹം ഉറപ്പായാലും അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. എക്സിക്യൂഷൻ തടയാൻ നമ്മളെ സഹായിക്കാൻ അദ്ദേഹം സ്ട്രോങ് ആയിട്ടുണ്ടാവും എന്ന് പറയും. അതിന് ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അതിന് എന്റെ ഏസിന്റെ അച്ഛൻ ഒന്നല്ല രണ്ടും രണ്ടാണ്. ഏസിന്റെ അച്ഛൻ അത് മറ്റാരുമല്ല, സാക്ഷാൽ കോൾറെഡി റോജറാണ്. എന്റെ പപ്പ മങ്കേട്ടി ഡ്രാഗൺ. ആക്ച്വലി ഐസിന് അവന്റെ പപ്പയെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പപ്പമാര് അവര് ഈ ലോകം തന്നെ വിറപ്പിക്കുന്ന ക്രിമിനൽസ് ആണ്. എയ്സിനോട് എപ്പോഴൊക്കെ ഞാൻ അവന്റെ പപ്പയുടെ കാര്യം പറയുന്നോ അപ്പോഴൊക്കെ അവൻ ഒരുപാട് ദേഷ്യമാണ്. ആക്ച്വലി ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇവിടെ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ എയ്സിനെ കാണുമ്പോ അവനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചു സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കൈ നിവർത്തും. ഈസാണെങ്കിൽ പപ്പാ എന്ന് നിലവിളിച്ച് കരയും. അത് കേട്ടു വൈറ്റ് ബിയർഡ് അവന്റെ മടക്കിയ കൈ അതങ്ങനെ എയറിലേക്ക് ആഞ്ഞു വീശും. ആ എയറിൽ തന്നെ വലിയൊരു ഫോഴ്സ് വന്ന് കടൽ വെള്ളം അതിപ്പോ ഒരു സുനാമി പോലെ ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും വിഴുങ്ങാനായിട്ട് ഉയർന്നു നിൽക്കും. വൈറ്റ് ബിയർഡിന്റെ പവർ കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. പക്ഷേ വൈറ്റ് ബിയർഡിന്റെ കമാൻഡേഴ്സ് അവരുടെ മുഖത്ത് മാത്രം യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം വൈറ്റ് ബിയർഡിന്റെ പവർ എന്താണെന്നും ഇവിടേക്ക് വന്നാൽ അതെന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എയ്സിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. വർഷങ്ങൾക്ക് മുൻപ് അവരും ലൂഫിയും ട്രെയിനിങ്ങും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരല്പം സ്ട്രോങ് ആയതിനു ശേഷം എയ്സ് ആദ്യമായിട്ട് അവന്റെ ജേർണി അത് സ്റ്റാർട്ട് ചെയ്യും. ലൂഫി ആണെങ്കിൽ അവർ നല്ല അടിപൊളി വിഷൊക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സ്പേഡ് പൈററ്റ്സ് എന്നൊരു ടീമിനെ പോലും അവൻ ക്രിയേറ്റ് ചെയ്തത്. എയ്സിന്റെ ആ ഒരു പൈററ്റ് ടീമിനെ കുറിച്ച് അറിഞ്ഞ് കാർപ്പ് ഷോക്കാവും. അവൻ ഒരിക്കലും എയ്സ് ഒരു പൈററ്റായി മാറുമെന്ന് ചിന്തിച്ചതേയില്ല. സ്പേഡ് പൈററ്റ്സ് ആണെങ്കിൽ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ അറ്റാക്കും പവറും ഒക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നേവിയുടെ മുൻപിൽ സ്പേഡ് പൈററ്റ്സിനെ കുറിച്ചുള്ള വാർത്ത എത്തി. അതിൽ പ്രധാനമായിട്ടും എയ്സിനെ കുറിച്ചായിരിക്കും അവർ പറയുക. അവന്റെ ബൗണ്ടിയും ഇതിനോടകം ഒരുപാട് കൂടിക്കഴിഞ്ഞു. ആദ്യം ഗവൺമെന്റ് എയ്സിനെ അപ്രോച്ച് ചെയ്തത് ഗവൺമെന്റിന്റെ വാർലോഡ് ആവാനാണ്. പക്ഷെ എയ്സ് ആണെങ്കിൽ ആ ഒരു ഓഫർ അത് റിജക്ട് ചെയ്തു. അതേസമയം വൈറ്റ് ബിയർഡ് ആളും എയ്സിന്റെ കാര്യങ്ങളും അവന്റെ പവറും തിരിച്ചറിഞ്ഞ് എയ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഇവിടെ എയ്സ് അവനാണെങ്കിൽ അവന്റെ പൈററ്റ്സ് ടീമുമായിട്ട് വലിയൊരു മഞ്ഞുമലയൊക്കെ താണ്ടി ഷാങ്സിനെ കാണാനായിട്ട് അവന്റെ അടുത്തേക്ക് പോവാണ്. എയ്സിനെ കാണുമ്പോ തന്നെ ഷാങ്സ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഉടനെ എയ്സ് പറയും, അയ്യോ അല്ല, ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, മറിച്ച് ഒരു താങ്ക്സ് പറയാൻ വന്നതാണ്. എന്റെ അനുജൻ ലൂഫിയെ സേവ് ചെയ്തതിന്. അവൻ എന്റെ ഓൺ ബ്രദറാണ്. അത് കേട്ട് ഷാങ്സും ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് വെള്ളമടിച്ച് ആയിട്ടിരിക്കും. എയ്സ് പറയും, ലൂഫിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കിങ് ഓഫ് പൈററ്റ് ആവണമെന്നാണ്. പക്ഷേ അവന് മുൻപ് അത് ഞാനാവും. അതിനാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ പവർ അത് ഈ ലോകത്തെ അറിയിക്കുക എന്നതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ആ വൈറ്റ് ബിയർഡിനെ അവനെ തോൽപ്പിക്കണമെന്ന് പറയും. അതിനുശേഷം എയ്സ് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുക വൈറ്റ് ബിയർഡിന്റെ വലങ്കൈ ആയിട്ടുള്ള ജിംബയോ ആയിട്ടുമാണ്. നീണ്ട 5 ദിവസം അവർ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും തളർന്നു വീഴും. അപ്പോഴായിരിക്കും ഒരു വലിയ കപ്പൽ അവിടേക്ക് വരിക. ആ കപ്പല് സാക്ഷാൽ വൈറ്റ് ബിയർഡിന്റെ കപ്പലാണ്. വൈറ്റ് ബിയർഡ് പുറത്തേക്ക് വന്ന് എയ്സിന്റെ പൈററ്റ്സ് ടീമിനെ എല്ലാം ഒറ്റ ഞൊടിയില് അങ്ങനെ തെറിപ്പിച്ച് കളയും. അത് കണ്ട എയ്സ് ആണെങ്കിൽ അവന്റെ ഫയർ പവർ വെച്ച് വൈറ്റ് ബിയർഡിനെ അതിൽ ലോക്ക് ചെയ്ത് അവന്റെ പൈററ്റ്സിനോട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. ആക്ച്വലി വൈറ്റ് ബിയർഡിന് ഈസി ആയിട്ട് ആ ഫയർ അത് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ അവൻ സിമ്പിൾ ആയിട്ട് എയ്സിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ്
എയ്സ് അവൻ വൈറ്റ് ബിയർഡിനെ ഇട്ടിക്കാനായിട്ട് അങ്ങനെ ഓടി വരും. വൈറ്റ് ബിയർഡ് കൈ നീട്ടി ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ തെറിച്ചു പോയി അട്ടിച്ച് താഴെ വീഴും. പിന്നെ അവന് ബോധം ഉണ്ടാവില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മുടെ ചെക്കന് ബോധം തെളിയും. അപ്പൊ അവന്റെ തൊട്ട് മുൻപില് വൈറ്റ് ബിയർഡ് നിൽക്കാണ്. എനിക്ക് നിന്നെ കൊല്ലാനായിട്ട് തോന്നുന്നില്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ ഞാൻ എന്റെ മകനാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. സോ നീ എന്റെ പേരിൽ അറിയപ്പെടണമെന്ന് പറഞ്ഞ് കൈ നീട്ടും. പക്ഷെ എയ്സ് ആണെങ്കിൽ അപ്പോഴും അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും അവനെ ഇട്ടിക്കാനായിട്ട് ഒരുങ്ങും. എയ്സ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ വൈറ്റ് ബിയർഡ് ആഞ്ഞൊരു അട്ടി കൊടുത്ത് എയ്സിനെ ബോധം കെടുത്തും. ഇപ്പൊ സമയം കഴിഞ്ഞ് എയ്സ് കണ്ണു തുറന്ന് നോക്കും. അവനിപ്പോ മറ്റെവിടെയോ ആണ്. അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും അവനിപ്പോ ഉള്ളത് വൈറ്റ് ബിയർഡിന്റെ ഷിപ്പിലാണെന്ന് അവന് മനസ്സിലാവുക. അപ്പൊ ഫോർത്ത് കമാൻഡർ ആയിട്ടുള്ള ഹച്ച് അവനിപ്പോ എയ്സിന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ഇവനെയാണ് ആ ബ്ലാക്ക് ബിയർഡ് അവൻ കൊന്നു കളഞ്ഞത്. അവനാണെങ്കിൽ എയ്സിന്റെ അടുത്തേക്ക് വന്ന് അവനോട് കാഷ്വലായിട്ട് സംസാരിക്കും. നീ ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ നമുക്കിവിടെ ഹാപ്പി ആയിട്ട് വൈറ്റ് ബിയർഡിന്റെ കമാൻഡേഴ്സായി സുഖമായിട്ട് ജീവിക്കാമെന്ന് പറയും. അത് കേട്ട് എയ്സിന് ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും വൈറ്റ് ബിയർഡിന്റെ അസിസ്റ്റന്റായി മാറില്ല എന്ന് അവൻ തീർത്തു പറയും. അപ്പോഴായിരിക്കും ഫസ്റ്റ് ടൈം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അവൻ ഡീറ്റെയിൽ ആയിട്ട് എയ്സിന്റെ അടുത്ത് പറയാ. വൈറ്റ് ബിയർഡ് അദ്ദേഹം നിന്നെ അടിച്ചതിന് ശേഷം നിന്റെ പൈററ്റ്സ് എല്ലാവരും തിരികെ വന്നു. ഞങ്ങൾ ആരും അവരെ ഒന്നും ചെയ്തില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ഞങ്ങൾ ഞങ്ങളുടെ കപ്പലിൽ കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല നിന്റെ കയ്യില് ഒരു ലോക്കോ കയറോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിച്ച് നിന്നെ ലോക്ക് ചെയ്യാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ആണെങ്കിൽ അവനോട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവൻ അവന്റെ ഫയർ പവറും എടുത്ത് ആ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് പോവാണ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഒന്നും അറിയാതെ കോർക്കൊക്കെ വലിച്ചു കിടന്നുറങ്ങും. അവൻ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ഒരു ഫയർ സ്ക്വാഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് ബിയർഡിനെ വെട്ടാനായിട്ട് അവന്റെ ക്ലോസ് എത്തും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ വൈറ്റ് ബിയർഡ് കണ്ണു തുറക്കും. അടുത്ത സെക്കൻഡ് ചുമരും തകർത്ത് നമ്മുടെ എയ്സ് പുറത്തേക്ക് അടിച്ചു വീഴും. അവന്റെ വായിലാണെങ്കിൽ മുഴുവൻ ചോര. അവൻ ചോര തുളുമ്പി അങ്ങനെ പതിയെ എഴുന്നേറ്റ് നിൽക്കും. വൈറ്റ് ബിയർഡ് അപ്പോഴും കാഷ്വലായിട്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം മീറ്റിംഗിന്റെ സമയത്ത് എയ്സ് ഒരു വലിയ സ്ക്വാഡ് എടുത്ത് അവന്റെ കഴുത്ത് വെട്ടാൻ ശ്രമിക്കും. വൈറ്റ് ബിയർഡ് ഒരു വിരൽ സ്നാപ്പ് ചെയ്യും. എയ്സ് തെറിച്ചു പോയി കടലിൽ വീഴും. ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ എയ്സ് വെള്ളം കുടിച്ച് ചാവാൻ പാടില്ല എന്ന് കരുതി ബാക്കിയുള്ള പൈററ്റ്സ് അവനെ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും എയ്സ് ആണെങ്കിൽ ഓരോ തവണയും ആ വൈറ്റ് ബിയർഡിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. പക്ഷെ എല്ലാം ദയനീയമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ ആരും അവനോട് ദേഷ്യപ്പെടുകയോ മോശമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്യില്ല. ഉടനെ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡർ ആണെങ്കിൽ അവന് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോഴായിരിക്കും എയ്സ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. വൈറ്റ് ബിയർഡിനെ അവന്റെ കപ്പലുള്ള എല്ലാവരും പോപ്സ് എന്നാണ് വിളിക്കുക, അതായത് പപ്പ എന്ന്. വൈറ്റ് ബിയർഡ് അവന്റെ ടീമിനെ സ്വന്തം മക്കളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉടനെ ആ കമാൻഡർ ചോദിക്കും, നീ വീണ്ടും വീണ്ടും ഇതന്നെ ചെയ്യാണോ? നിനക്ക് ഞങ്ങളോടൊപ്പം ഞങ്ങളിൽ ഒരാളായിട്ട് ജീവിച്ചൂടെ? എയ്സ് ആണെങ്കിൽ അവന്റെ കാര്യങ്ങൾ ആലോചിക്കും. ഇവിടുന്ന് പുറത്തേക്ക് പോയ പഴയതുപോലെ അവന്റെ ടീമുമായിട്ട് ഒന്നിച്ച് മുൻപോട്ടേക്ക് പോവാം. അതല്ല എങ്കിൽ വൈറ്റ് ബിയർഡിന്റെ ടീമിൽ ചേർന്ന് അവനിലൊരാളായി ഇവിടെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോവാം. എയ്സ് ആണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബിയർഡിനൊപ്പം ചേരാൻ സമ്മതിക്കും. ശേഷം അവന്റെ ബാക്കില് വൈറ്റ് ബിയർഡിന്റെ ആ ഒരു സിമ്പിള് അത് ടാറ്റു അടിക്കും. അതിനുശേഷം എയ്സ് ആണെങ്കിൽ നല്ല ഫൈറ്റ് ഒക്കെ ചെയ്ത് അവന്റെ പവറും എബിലിറ്റി എന്താണെന്ന് വൈറ്റ് ബിയർഡിനെ ബോധിപ്പിക്കും. അത് നന്നായിട്ട് മനസ്സിലാക്കിയ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ സെക്കൻഡ് ഡിവിഷന്റെ കമാൻഡർ ആക്കി എയ്സിനായിട്ട് കുറെ പൈററ്റ്സിനെയും നല്ലൊരു പൊസിഷനും കൊടുക്കും. ആക്ച്വലി സെക്കൻഡ് ഡിവിഷനിലാണ് അപ്പൊ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഉണ്ടായിരുന്നത്. എയ്സ് ആണെങ്കിൽ അവനോട്, നിനക്കും നല്ല പവറൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കമാൻഡർ ആവുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും എയ്സിനോട് പറയില്ല. ഉടനെ എയ്സ് ആണെങ്കിൽ അവൻ കോൾഡ് ഡി റോജറിന്റെ മകനാണെന്നുള്ള കാര്യം വൈറ്റ് ബിയർഡിനോട് പറയും. ആക്ച്വലി വൈറ്റ് ബിയർഡും കോൾഡ് ഡി റോജറും വലിയ ശത്രുക്കളായിരുന്നു. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കില്ല. അവനെ സമാധാനിപ്പിച്ച് നിങ്ങളെല്ലാം എന്റെ മക്കളാണ്, എനിക്ക് നിങ്ങളെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. അങ്ങനെ പാട്ടും ഡാൻസും കൊണ്ടാട്ടവും ഒക്കെ ആയിട്ട് അവർ അടിച്ചു പൊളിക്കാണ്. നെക്സ്റ്റ് ഡേ തന്നെ ന്യൂസിൽ വൈറ്റ് ബിയർഡിന്റെ പുതിയ കമാൻഡർ ആയിട്ടുള്ള എയ്സിനെ കുറിച്ചുള്ള ന്യൂസ് അത് വലിയ കോളത്തിൽ തന്നെ വരും. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും എയ്സ് ആണെങ്കിൽ ഫൈറ്റ് ഒക്കെ ചെയ്ത് അവന്റെ ബൗണ്ടി കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഫസ്റ്റ് ഡിവിഷൻ കമാൻഡർ ആള് ഡെവിൾ ഫ്രൂട്ട് കണ്ടെത്തുക. അത് ബ്ലാക്ക് ബിയർഡ് ആഗ്രഹിച്ചിരുന്ന ഒരു ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിയർഡ് അവരെ കൊന്നു കളഞ്ഞ് ആ ഫ്രൂട്ട് കൈക്കലാക്കും. ബ്ലാക്ക് ബിയർഡ് ആ ഫ്രൂട്ട് കഴിച്ച് അവിടുന്ന് അന്ന് തന്നെ രക്ഷപ്പെടും. നെക്സ്റ്റ് ഡേ എയ്സ് അവൻ ഈ വിവരം അറിഞ്ഞ് ബ്ലാക്ക് ബിയർഡിനെ കൊല്ലാനായി തയ്യാറാവും. കാരണം അവന്റെ ടീമിലെ ഒരു മെമ്പറാണ് ആ ബ്ലാക്ക് ബിയർഡ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ എയ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ എയ്സിനാണെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് സാധിക്കില്ല. അവർ പറഞ്ഞതും കേൾക്കാതെ എയ്സ് ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡിനെ
അന്വേഷിച്ചു പോകും. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ അടുത്തൊക്കെ എയ്സ് എത്തിപ്പെട്ടതും അവന്റെ ലൈഫ് ഇപ്പൊ ഈ ഗതിയിലായതും. കട്ട് ചെയ്ത എയ്സിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കുറ്റബോധം. അവൻ നിലവിളിച്ച് പറയും, എല്ലാ തെറ്റും അതെന്റേതാണ്, നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് എനിക്കിന്നത് സംഭവിച്ചത്. സോ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ തിരികെ പോണം. അതിന് വൈറ്റ് ബിയർഡ് പറയും, നീയായിട്ട് പോയതല്ല, ഞാനാണ് നിന്നോട് പോവാൻ പറഞ്ഞതെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.